നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തൻ്റെ ഇല കൊണ്ട് എങ്ങനെ കറി വെക്കാന്നുള്ള ഒരു റെസിപ്പി കൊണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് കുറച്ച് മത്തൻ്റെ ഇല കിട്ടിയതാണ്. അപ്പോൾ അത് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനിങ്ങനെ ഇതിൻ്റെ അറ്റൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ച് നുള്ളി കൊടുത്തിട്ട് ഇതേപോലെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുക ഇല. ഞാൻ ഇതേപോലെയാണ് ക്ലീൻ ചെയ്യണത്. നിങ്ങളെങ്ങനെ ക്ലീൻ ചെയ്യുക എന്ന് പറയണം. അപ്പോൾ അങ്ങനെ എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കിടക്കണുണ്ടല്ലോ, അതേപോലെ അതിൻ്റെ നാരൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ബാക്കി നമ്മളങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗങ്ങളൊക്കെ നല്ല നോക്കണം കേട്ടോ, വല്ല അല്ലേ വെട്ടുകാലി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. അത് ചട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ചുവന്നുള്ളി ചെറിയതാട്ടോ, അത് കുറച്ച് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ചുവന്ന കളറാവട്ടെ. പിന്നെ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കറിയിൽ വെളുത്തുള്ളി കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഒരു 2-3 അല്ലി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2-3 അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബ്രൗൺ കളർ ആകുന്ന ടൈമിൽ നമ്മുടെ ഇല അതൊക്കെ ഇട്ട് കൊടുക്കുക. ചെറുതാക്കി ഇങ്ങനെ എടുത്ത ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് ആവിയിൽ കടന്നിട്ടൊന്ന് വേവട്ടെ, ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇലകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചൂട് തട്ടുമ്പോൾ തന്നെ അതെല്ലാം വാടി കുറഞ്ഞ് വരും കണ്ടോ. അപ്പോൾ ഇനി എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പിൻ്റെയും മുളകിൻ്റെയും ആ ഉള്ളിയുടെ ഒക്കെ എല്ലാം രസങ്ങൾ ഇതിലേക്കൊന്ന് പകരട്ടെ. അതിന് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവിയിൽ വെച്ച് വേവിച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട്, ഞാൻ ഇവിടെ കഞ്ഞിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് താളിപ്പ് ഉണ്ടാക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഈ ടൈമിൽ ചെയ്യട്ടോ. എന്താണെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതിൻ്റെ കൂടെ ബീഫോ അല്ലെങ്കിൽ നല്ല ഉണക്കലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറുണ്ണാൻ നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തുങ്ങാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മസാലകളൊന്നും ചേർക്കാത്ത നല്ല വയറിനൊക്കെ നല്ലതായിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. കണ്ണിനൊക്കെ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കാറുണ്ടോയെന്ന് അറിയില്ല. എന്താണെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിലൊന്ന് അഭിപ്രായം പറയണം. എനിക്ക് ഇല കിട്ടുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഞാനും മുരിങ്ങൻ്റെ ഇല, മത്തൻ്റെ ഇല ഇതേപോലെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.